നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ഏവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 76 വയസ്സ്. 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച രാഷ്ട്രം. വിവിധ കേന്ദ്രങ്ങളിൽ വർണ്ണാഭമായ പരിപാടികൾ. ഷൊർണൂർ കുളപ്പുള്ളിയിലെ ഗാന്ധി സ്ക്വയർ റിപ്പബ്ലിക് ദിനത്തിൽ നാടിന് സമർപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ 16ാമത് ഇൻഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശ്ശൂരിൽ തിരിതെളിഞ്ഞു. വിവിധ വൻകരകളിലെ കലയും ജീവിതവും സംസ്കാരവും അടുത്തറിയാനുള്ള വേദി കൂടിയാണ് ഇൻഫോക് നാടകോത്സവമെന്ന് മന്ത്രി കെ രാജൻ. നാടകോത്സവം രാജ്യാന്തര സൗഹൃദ വേദിയെന്നും മന്ത്രി. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് കലാസമിതികളും ഗ്രന്ഥശാലകളുമെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ. കലയ്ക്ക് ജാതിമത ലിംഗഭേദങ്ങളില്ല. ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കേരള കലാമണ്ഡലത്തിന്റെ ഭാഗമായി മാറിയതിൽ അഭിമാനമുണ്ടെന്നും RLV രാമകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. രാഷ്ട്രം 77ാം റിപ്പബ്ലിക് ദിന ആഘോഷ നിറവിൽ. 1950 ജനുവരി 26-ന് രാഷ്ട്രം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയതിൻ്റെ ആവേശസ്മരണകളാണ് എങ്ങും അലയടിക്കുന്നത്. രാജ്യതലസ്ഥാനത്തും സംസ്ഥാന തലസ്ഥാനത്തും ജില്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡുകൾ നടന്നു. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ P. നിർമ്മല ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭയിൽ രാവിലെ 9 മണിയോടുകൂടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ആയിരത്തി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യക്ക് തനതായൊരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. 1950 ജനുവരി 26-നാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതപ്പെട്ടത്. എഴുതപ്പെട്ട ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും വലുതും ബൃഹത്തുമാണ് നമ്മുടെ ഭരണഘടന. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത. ഇന്ത്യ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക്കാണ്. നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് പറയുന്നത് റൈറ്റ്സിനെ കുറിച്ച് മാത്രമാണ് എപ്പോഴും നമുക്ക് അവകാശമുള്ളൂ. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ, HI വിനോദ്, മറ്റു ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, വിവിധ മേഖലകളിലെ തൊഴിലാളികൾ, വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പുള്ളിയിൽ നിർമ്മിച്ച ഗാന്ധി സ്ക്വയർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. റിപ്പബ്ലിക് ദിനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഗാന്ധി സ്ക്വയർ നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി കുളപ്പുള്ളിയിൽ നിർമ്മിച്ച ഗാന്ധി സ്ക്വയർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. റിപ്പബ്ലിക് ദിനത്തിൽ രാവിലെ ഷൊർണൂർ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് P. നിർമ്മല പ്രതിമ അനാച്ഛാദനം ചെയ്തു. അടിമത്തത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അർത്ഥവർഗക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ശേഷം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഗാന്ധിജി എന്നത് ഒരു വ്യക്തിയല്ല, അതൊരു മനോഭാവമാണ്. സത്യത്തിനു വേണ്ടിയും സാഹോദര്യത്തിനു വേണ്ടിയും അഹിംസയിലൂടെ പ്രവർത്തിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹിംസ എന്നതിലൂടെ പ്രവർത്തിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗാന്ധിജി മുന്നേറിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഈ അരാജകത്വം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ മറ്റുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഷൊർണൂർ നഗരസഭയ്ക്ക് വേണ്ടി നെഹ്റു കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസാണ് ഗാന്ധി പ്രതിമ നിർമ്മിച്ചു നൽകിയത്. ചേരാസ് രവിദാസാണ് പ്രതിമയുടെ ശില്പി. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. നഗരസഭാ കൗൺസിലർമാരായ സിനി മനോജ്, ഗീത, സതീഷ്, മുൻ വൈസ് ചെയർമാൻ R. സുനു, കൃഷ്ണദാസ്, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സന്ദേശമായി ഷൊർണൂർ മുഴുവൻ പടരട്ടെയെന്ന് ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ച അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന പ്രത്യേകിച്ച് മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നിർമ്മല മാഡത്തിന് അതിനെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കൗൺസിലേഴ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. PK ദാസ് മെഡിക്കൽ സയൻസിൻ്റെ മറ്റു ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടുത്തെ പൗരപ്രമുഖർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രദേശത്തെ എല്ലാ
സ്നേഹം നിറഞ്ഞ ആളുകൾക്കും ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതൊരു സന്ദേശമായി ഷൊർണൂർ മുഴുവൻ പടരട്ടെ. അനാച്ഛാദന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റിപ്പബ്ലിക് ദിനത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ. ഷൊർണൂർ റെയിൽവേ പോലീസും RPFും അതീവ ജാഗ്രതയിലായിരുന്നു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്നലെ മുതൽക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ പോലീസും RPFും അതീവ ജാഗ്രതയിലായിരുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും സേന ജാഗ്രത പുലർത്തി, പരിശോധനകൾ ശക്തമാക്കി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സ്റ്റേഷൻ പരിസരം, ഭാരതപ്പുഴ ബ്രിഡ്ജ്, റെയിൽവേ യാർഡ്, മറ്റനുബന്ധ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും പ്രത്യേക പരിശോധനകൾ നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ ദീപാലങ്കൃതമാക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇൻഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ 16ാം പതിപ്പിന് തൃശ്ശൂരിൽ തിരശ്ശീല ഉയർന്നു. നാടകോത്സവത്തിന്റെയും നവീകരിച്ച KT മുഹമ്മദ് തിയേറ്ററിന്റെയും ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. വിവിധ വൻകരകളിലെ കലയും ജീവിതവും സംസ്കാരവും അടുത്തറിയാനുള്ള വേദി കൂടിയാണ് ഇൻഫോക് നാടകോത്സവമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വിനിമയം സാധ്യമാക്കുന്നതിനും കൂടുതൽ ദൃഢകരമായ സൗഹൃദം രൂപപ്പെടുത്തുന്നതിനുമുള്ള ഒരു രാജ്യാന്തര സൗഹൃദ വേദി കൂടിയായി ഇറ്റ്ഫോക് മാറിക്കഴിഞ്ഞെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്നത് ഇറ്റ്ഫോക്കിൻ്റെ കേവലം ഒരു തലവാചകം മാത്രമായി അവസാനിപ്പിക്കാനാകില്ലെന്നും നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദങ്ങൾക്ക് നവീനമായ ആഖ്യാനവും വ്യാഖ്യാനവും കലയിലൂടെയാണ് സംഭവിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തിലെ വിവിധ വൻകരകളിൽ നിന്നുമുള്ള രാജ്യങ്ങളുടെ കലയും സംസ്കാരവും ജീവിതവും നമുക്കടുത്തറിയാനുള്ള ഒരിടമായി അന്താരാഷ്ട്ര നാടകോത്സവം മാറിക്കഴിഞ്ഞു. ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം സാധ്യമാക്കുന്നതിനും കൂടുതൽ ദൃഢതരമായിട്ടുള്ള സൗഹൃദം രൂപപ്പെടുത്തുന്നതിനുമായിട്ടുള്ള ഒരു രാജ്യാന്തര സൗഹൃദ വേദി കൂടിയായി തൃശ്ശൂരിലെ ഇറ്റ്ഫോക് മാറിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ നാടക ചരിത്രത്തിൽ അന്താരാഷ്ട്ര നാടകോത്സവത്തിന് അദ്വിതീയമായിട്ടുള്ള സ്ഥാനമുണ്ട്. ഇറ്റ്ഫോക് കേരളയ്ക്ക് മുന്നും പിന്നും എന്നിങ്ങനെ, ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയ്ക്ക് മുൻപും പിൻപും എന്നിങ്ങനെ മലയാള നാടക ബോധ്യത്തെ, മലയാള നാടക ഭാവുകത്വത്തെ രണ്ടായി സമീപിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് 16ാമത് എഡിഷനിൽ എത്തി നിൽക്കുമ്പോൾ അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ ആനന്ദ് പട്വർധൻ മുഖ്യാതിഥിയായിരുന്നു. ഗുജറാത്തിൽ നിന്നെത്തിയ നാടക ചലച്ചിത്ര പ്രതിഭ ദക്ഷിൺ ഛാര വിശിഷ്ടാതിഥിയായി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഡെൻമാർക്കിലെ ആസ്റ്റീരിയൻസ് ഹസ് തിയേറ്റർ അവതരിപ്പിച്ച റോമിയോ ആൻഡ് ജൂലിയറ്റ് നാടകം അരങ്ങേറി. ഫെബ്രുവരി 1 വരെ 7 വേദികളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ ദേശീയവും അന്തർദേശീയവുമായ 23 നാടകങ്ങളാണ് അരങ്ങിലെത്തുക. 49 വിദേശീയരടക്കം 246 നാടക കലാകാരന്മാർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വാടനാംകുറിശി ആരബി കലാസമിതി ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. നാടിൻ്റെ വെളിച്ചമായി മാറാൻ ആരബിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം സംസാരിച്ച മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. വിദ്യാഭ്യാസ പ്രതിനിധികളെ അനുമോദിക്കലും കലാപരിപാടികളും ഉണ്ടായിരുന്നു. വൈവിധ്യമാർന്ന മേഖലകളിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വാരണാസി ആരബി കലാസമിതിയുടെ 52ാം വാർഷികവും ഗ്രന്ഥശാലയുടെ 33ാം വാർഷികവും വിവിധ പരിപാടികളോടുകൂടിയാണ് ആഘോഷിച്ചത്. നാടൊന്നാകെ കൈകോർത്തപ്പോൾ വാർഷികാഘോഷം ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു. സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിൻ്റെ വെളിച്ചമായി മാറാൻ ആരബിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഇതില് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ ഈ പ്രദേശത്തിന്റെ അറിവിന്റെ വെളിച്ചമായിക്കൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റെല്ലാ തരത്തിലുള്ള ഭിന്നതയ്ക്കും അപ്പുറത്ത് ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന
ഒരു വലിയ പ്രസ്ഥാനമായിക്കൊണ്ട് ആരബി ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 2 തവണ MLA ഫണ്ടിൽ ഈ വായനശാലക്ക് പുസ്തകം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് ഈ പ്രാവശ്യവും നിയമസഭയുടെ പുസ്തക ഫെസ്റ്റിവൽ നടന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വായനശാലകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൽ അല്ലേ ഈ വായനശാല ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ നമ്മുടെ വായനശാലയിൽ ഇനിയും ഗ്രേഡ് പുസ്തകങ്ങൾ കൂടുമ്പോൾ ഗ്രേഡ് കൂടും. അതിനനുസരിച്ച് വായനശാലക്കുള്ള മറ്റു വരവുകളും കൂടും എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് പുസ്തകങ്ങൾ കൂടി MLA ഫണ്ടിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ വർഷം നടക്കും എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ പുറമെയാണ് ഇതുപോലൊരു വാർഷിക പരിപാടിയിൽ വന്നപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു ഫണ്ട് വേണം എന്നുള്ളത്. ഗ്രന്ഥശാല പ്രവർത്തനത്തിൻ്റെ മികവിൻ്റെ അംഗീകാരമായി MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ചെലവഴിച്ച് ഗ്രന്ഥശാല കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലെ പണി പൂർത്തീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RLV രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ആരബിയുടെ വളർച്ച ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് രാമകൃഷ്ണൻ സൂചിപ്പിച്ചു. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ ഔചിത്യം എന്നത് സമയത്തെ കണ്ടറിയുക എന്നുള്ളതാണ്. ഇനിയും ഈ നാട്ടിലെ കൊച്ചുമക്കളുടെ ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ബാക്കിയിരിക്കെ ഞാനിവിടെ 6:30 എത്തിയതാണ്. ഇപ്പോൾ സമയം 9 മണിയാവുന്നു. അപ്പം ഇനി അധികം പ്രസംഗിക്കേണ്ടതില്ല. കാരണം ആരബി എന്ന ഗ്രന്ഥശാലയെയും കലാസമിതിയെയും നെഞ്ചിലേറ്റിയ നിങ്ങളോട് ഞാനിനി ഈ കലാസ്ഥാപനത്തെക്കുറിച്ച്, ഈ പൊതുസ്ഥാപനത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യകതയില്ല എന്നറിയാം. വിദ്യാഭ്യാസ പ്രതിഭകളെ കെ ജനാർദ്ദനൻ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വിവിധ വിദ്യാലയങ്ങളിലെ പ്രതിഭകളെയാണ് അനുമോദിച്ചത്. ആരബി കലാസമിതി സെക്രട്ടറി രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വാർഡ് മെമ്പർ CK ജുനൈദ്, ആരബി കലാസമിതി പ്രസിഡന്റ് V രമേശ്, ആരബി ഗ്രന്ഥശാല പ്രസിഡന്റ് CP രാമൻ, കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയായ ഡാനിയൽ എൽദോ, സത്യനാഥൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് കലാസമിതികളും ഗ്രന്ഥശാലകളുമെന്ന ഡോക്ടർ RLV കലാമണ്ഡലം രാമകൃഷ്ണൻ. കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 2 പെൺകുട്ടികൾ കഥകളി സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു എന്ന വാർത്ത ചൂണ്ടിക്കാട്ടിയപ്പോൾ കലയ്ക്ക് ജാതിയോ മതമോ ലിംഗഭേദമോ ഇല്ല എന്നും ലിംഗഭേദം കലയെ ബാധിക്കുന്നില്ലെന്നും കലാമണ്ഡലം ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഡോക്ടർ RLV രാമകൃഷ്ണൻ പറഞ്ഞു. നാട്ടിൻ പുറത്തെ കലാസമിതികൾ വളർന്നു വരുന്നവർക്ക് ഒരിടം കൂടിയാകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാടനാകുറിശി ആരബി കലാസമിതിയുടെ 52ാം വാർഷികാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തതിനു ശേഷം STVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെയധികം സന്തോഷം. ഞങ്ങൾ ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. സന്തോഷമുള്ള കാര്യമാണ്. കാരണം കലാരംഗത്ത് ലിംഗവിവേചനം അല്ലെങ്കിൽ മറ്റേതൊരു ജാതി മതഭേദമില്ലാതെ എല്ലാവരും കല പഠിക്കണം, കല ആസ്വദിക്കണം. അതിന്റെ ഭാഗമായി ഇപ്പൊ കലാമണ്ഡലം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിലൊക്കെ സാക്ഷിയാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമാണ്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞത്, ഇത് നാടിന്റെ ഒരു സമ്പത്താണ്. കാരണം വളർന്നു വരുന്ന ഓരോ കലാകാരന്മാർക്കും അതിന്റെ രൂപം കൊള്ളാനുള്ള ഇടം തന്നെയാണ് കലാസമിതി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മഞ്ഞക്കാട് ഏരിയ വാർഷിക സമ്മേളനം നടന്നു. KSPU പാലക്കാട് ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയും
പ്രവേശിച്ച് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. 34 വർഷം എന്ന് പറയുമ്പോൾ 1992 മെയ് 13-നാണ് ഈ സംഘടന കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു സംഘടന ഇന്ത്യയിൽ തന്നെ. അതാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പ്രത്യേകത. രാവിലെ ഏരിയ പ്രസിഡന്റ് VC ശങ്കരൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. ഏരിയ ജോയിന്റ് സെക്രട്ടറി MV മധുമാസ്റ്റർ സ്വാഗതം പറഞ്ഞു. VC ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് P ശശികുമാർ അനുശോചന പ്രമേയവും സെക്രട്ടറി MC ശങ്കരൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CV അശോകൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഗംഗാധരൻ നായർ, ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ, സെക്രട്ടറി ES കൃഷ്ണൻ എന്നിവർ സംഘടനാകാര്യങ്ങൾ വിശദീകരിച്ചു. ബ്ലോക്ക് ട്രഷറർ TV ജയരാജൻ, വൈസ് പ്രസിഡന്റ് CN ഭവദാസനുണ്ണി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K ശങ്കരൻ, ഏരിയ രക്ഷാധികാരി ദേവയാനി കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് PV ആര്യ പ്രമേയാവതരണം നടത്തി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓരോ വർഷത്തെ റിപ്പബ്ലിക്കുകളും കടന്നുപോകുമ്പോൾ രാജ്യത്തിനു വേണ്ടി 2 തവണ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്ത് വിജയിച്ച ചരിത്രം 81-ാം വയസ്സിലും ഓർമ്മയോടെ ഓർത്തെടുക്കുകയാണ് സുബൈദാർ ഗോപാലകൃഷ്ണൻ നായർ. താൻ നാടിനു വേണ്ടിയാണ് പട്ടാളത്തിൽ ചേർന്നതെന്ന് പറയുമ്പോൾ വാർദ്ധക്യത്തിലും ചുറുചുറുക്കുള്ള ഒരു മുഖം ഗോപാലകൃഷ്ണനിൽ നമുക്ക് കാണാം. 1945 ജനുവരി 19-നാണ് ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ സമീപം കോതനാത്ത് പടിഞ്ഞാറേ വീട്ടിൽ പിതാവ് അച്യുതൻ നായരുടെയും മാതാവ് കുഞ്ഞുലക്ഷ്മി അമ്മയുടെയും 12 മക്കളിൽ 4-ാമനായി ജനിച്ചത്. അച്ഛൻ റെയിൽവേ ഉദ്യോഗസ്ഥനാണെങ്കിലും 12 മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പാടുപെടുന്ന ദിനങ്ങളായിരുന്നു. വയറു നിറച്ച് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു. കുടുംബം ഇല്ലായ്മയിൽ നിന്ന് പോരാടി വിദ്യാഭ്യാസ കാലത്ത് അധ്യാപകരുടെയും സഹോദരി ഭർത്താവ് പട്ടാള ഉദ്യോഗസ്ഥനായ ഭാസ്കരൻ നായരും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ കഥകളും പട്ടാളത്തിൽ ചേർന്നാൽ 3 നേരവും വയറു നിറച്ച ഭക്ഷണം ലഭിക്കുമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ പിന്നീട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും പട്ടാളത്തിൽ ചേർന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുകയും നാടിൻ്റെ കാവൽക്കാരനായി നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ വീട്ടുകാരെ അറിയിച്ചപ്പോൾ ഒരു കാരണവശാലും പട്ടാളത്തിൽ പോകരുത് എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇതൊന്നും കേൾക്കാതെ 1963 18-ാമത്തെ വയസ്സിൽ കോഴിക്കോട് പട്ടാളത്തിൽ ആളെ എടുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വീട്ടുകാരെ അറിയിക്കാതെ അവിടെ എത്തുകയായിരുന്നു. തുടർന്ന് സെലക്ഷൻ കിട്ടി 3-ാം ദിവസമാണ് വീട്ടുകാർ അറിയുന്നത്. ബാംഗ്ലൂരിലും അസാമിലുമായിരുന്നു ആദ്യ ജോലി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പീരങ്കി ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്ന സൈന്യത്തിൻ്റെ ഒപ്പമായിരുന്നു ജോലി. രാവും പകലുമില്ലാതെ കടുത്ത തണുപ്പും സഹിച്ചാണ് യുദ്ധം ചെയ്തത്. തുടർന്ന് വിജയിക്കുകയും ചെയ്തു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ഇദ്ദേഹം പങ്കെടുത്തു. യുദ്ധം ജയിച്ചതിനെ തുടർന്ന് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചു. 28 വർഷം നാടിന് കാവൽക്കാരനായി തുടർന്നു. 47-ാമത്തെ വയസ്സിൽ അവസാനം ഡെറാഡൂണിൽ നിന്നാണ് വിരമിച്ചത്. 28-ാമത്തെ വയസ്സിൽ സഹധർമ്മിണി പരേതയായ ദേവകിയെ കല്യാണം കഴിച്ചു. തുടർന്ന് ഗോപകുമാർ, പ്രദീപ് കുമാർ എന്നീ 2 മക്കളും അടങ്ങുന്ന കുടുംബമാണ്. പഞ്ചാബിൽ നിന്ന് അവിടെ വന്ന് യൂണിറ്റ് അവിടെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു, 7 ഫീൽഡ് റെജിമെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. അവിടേക്ക് ട്രാൻസ്ഫറായി. അവിടെ നിന്ന് പിന്നെ ഗവർണറായിട്ട് അത്യാവശ്യം പറഞ്ഞ് യുദ്ധം ഏതാണ്ട് കഴിയുന്ന സമയമായിരുന്നു. പക്ഷേ യുദ്ധം മുഖത്ത് തന്നെയായിരുന്നു. യുദ്ധ സർട്ടിഫിക്കറ്റ് എല്ലാം അതിൻ്റെ ഇതിൽ കിട്ടിയിരുന്നു. അങ്ങനെ അവിടെ സർവീസ് ചെയ്തു. 71 യുദ്ധം കഴിഞ്ഞ് 65-ലത്തെ 71-ലത്തെ യുദ്ധം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം കാര്യമായിട്ട് യുദ്ധങ്ങളൊന്നുമില്ല. സർവീസ് മുഴുവൻ ലേ ലഡാക്ക്, കാശ്മീർ, പഞ്ചാബ്, ആസാം അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ സർവീസ് ചെയ്ത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ഗണേശ്ഗിരി സെൻറ് ആൻ്റണീസ് LP സ്കൂളിൽ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. ദേശസ്നേഹഗാനങ്ങൾ, ദേശീയ പതാക ഉയർത്തൽ, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. 77-ാം റിപ്പബ്ലിക് ദിനം ഗണേശ്ഗിരി സെൻറ് ആൻ്റണീസ് LP സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു. രാവിലെ വാർഡ് കൗൺസിലർ രഥ, പ്രധാനാധ്യാപിക വിനിത എന്നിവർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. ചടങ്ങിൽ PTA പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രാധാന്യവും ഭരണഘടനയുടെ മൂല്യങ്ങളും കുട്ടികളിൽ വളർത്തുന്നതിന് ഇത്തരം പരിപാടികൾ സഹായകമാണെന്ന്
വാർഡ് കൗൺസിലർ ലത അഭിപ്രായപ്പെട്ടു. ദേശസ്നേഹ ഗാനങ്ങളും കുട്ടികളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. ഒരു മകൾ ഉദിക്കുന്ന മഹിമതൻ കടലാഴ മകതളിരിലലിയും ഒരു ഭാരതം നിറയും വരമായി അറിവിൻ ലയമായി നിറയും വരമായി അറിവിൻ ലയമായി ഇരുവിന്റെ ശുഭദാനം അറിവിന്റെ താഴ്മൊഴികൾ അറിവിന്റെ ഗാനമിത് ശുഭദേ. ചടങ്ങിൽ അധ്യാപകരും നിരവധി വിദ്യാർത്ഥികളും പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വാടനകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. INTUC ഓഫീസിന് മുന്നിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി ബാബു ദേശീയ പതാക ഉയർത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. രൂപേഷ് അധ്യക്ഷത വഹിച്ചു. TP രാജീവ്, VT അലി, നിസാർ, P. അശോകൻ, K. കൃഷ്ണൻകുട്ടി, T. അജീഷ്, V. അലി, P. ശശി, P. ബാവ, മാനു പൊയിലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ NSS കരയോഗത്തിൽ 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. വൈസ് പ്രസിഡന്റ് CN ഭവദാസനുടി മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി അമ്മാട്ടിൽ വിജയൻ, ട്രഷറർ KP രാധാകൃഷ്ണൻ, കരയോഗം അംഗങ്ങളായ K. വിജയകുമാർ, KK മോഹൻദാസ്, C. സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂര മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക പരിപാടികൾ തുടരുന്നു. ഞായറാഴ്ച വൈകിട്ട് ഭക്തിഗാനസുധ, നൃത്തനൃത്യങ്ങൾ എന്നിവയുണ്ടായി. എന്തു പരിഭവം നെല്ലയോതി വന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 76 വയസ്സ്. 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച രാഷ്ട്രം. വിവിധ കേന്ദ്രങ്ങളിൽ വർണ്ണാഭമായ പരിപാടികൾ. ഷൊർണൂർ കുളപ്പുള്ളിയിലെ ഗാന്ധി സ്ക്വയർ റിപ്പബ്ലിക് ദിനത്തിൽ നാടിന് സമർപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ 16ാമത് ഇൻഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശ്ശൂരിൽ തിരിതെളിഞ്ഞു. വിവിധ വൻകരകളിലെ കലയും ജീവിതവും സംസ്കാരവും അടുത്തറിയാനുള്ള വേദി കൂടിയാണ് ഇൻഫോക് നാടകോത്സവമെന്ന് മന്ത്രി K. രാജൻ. നാടകോത്സവം രാജ്യാന്തര സൗഹൃദവേദിയെന്നും മന്ത്രി. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് കലാസമിതികളും ഗ്രന്ഥശാലകളുമെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ. കലയ്ക്ക് ജാതിമത ലിംഗഭേദങ്ങളില്ല. ചരിത്രമുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കേരള കലാമണ്ഡലത്തിന്റെ ഭാഗമായി മാറിയതിൽ അഭിമാനമുണ്ടെന്നും RLV രാമകൃഷ്ണൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത വൈകിട്ട് 6 മണിക്ക്. നമസ്കാരം.